പ്രിയമുള്ള കുട്ടികളെ, ഇന്ന് സോഷ്യോളജിയുടെ എക്സാമൊക്കെ എഴുതി നല്ല ആത്മവിശ്വാസത്തോടു കൂടിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളിലേക്ക് ഞാൻ ഇതിൻ്റെ ആൻസർ കീ അങ്ങ് അയക്കുകയാണ്, സെൻഡ് ചെയ്യുകയാണ്, അപ്ലോഡ് ചെയ്യുകയാണ്. നോക്കാം. സോഷ്യോളജി വളരെ സിമ്പിളായിരുന്നു എന്ന് തോന്നുന്നു. എക്സാമൊക്കെ എല്ലാവരും എല്ലാം അറ്റൻഡ് ചെയ്തു, നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട് അല്ലേ? മോഡൽ എക്സാമിന് വന്ന ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം, അതിൻ്റെ പ്രത്യേകതകൾ വന്നു. അതേപോലെ പഞ്ചായത്ത് രാജിൻ്റെ ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും ഇതൊക്കെ എല്ലാവരും എഴുതിയിട്ടുണ്ട് അല്ലേ? നമുക്ക് നോക്കാം. അതിനു മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലാണ് അടുത്ത വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ കാവൽ ഭടന്മാരായിരിക്കണമെന്ന് ആഹ്വാനം ചെയ്തതാരാണ്? മീഡിയകൾ വാച്ച് ഡോഗ് ഓഫ് ഡെമോക്രസിയാണ്, അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ കാവൽ ഭടന്മാരാണ് എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ്. രണ്ടാമത്തെ ചോദ്യം, ആദ്യത്തെ ആധുനിക ബഹുജന മാധ്യമ സ്ഥാപനം ആരംഭിച്ചത് എന്തിൻ്റെ വികാസത്തോടെയായിരുന്നു? ദ ഫസ്റ്റ് മോഡേൺ മാസ് മീഡിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിഗാൻ വിത്ത് ഡെവലപ്മെൻറ്റ് ഓഫ്, ആൻസർ ഏതാ? അച്ചടിയന്ത്രം, പ്രിൻറ്റിംഗ് പ്രസ്. അപ്പോൾ അച്ചടിയന്ത്രം കണ്ടുപിടിച്ചതോടു കൂടിയാണ് ആധുനിക ബഹുജന മാധ്യമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. അച്ചടിയന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? ഗുട്ടൻബർഗ് ആണ്. ഗുട്ടൻബർഗ്. ഏത് വർഷമാണ്? കമൻറ്റ് ചെയ്യട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആഗോള സംസ്കാരവും പ്രാദേശിക സംസ്കാരവും ഇടകലരുന്ന പ്രക്രിയയെ ഏത് പേരാണ് വിളിക്കുന്നത്? ആഗോള സംസ്കാരവും പ്രാദേശിക സംസ്കാരവും ഇടകലരുന്ന പ്രക്രിയയ്ക്ക് ഏത് പേരാണ് വിളിക്കുന്നത്? മിക്സിംഗ് ഓഫ് ദ ഗ്ലോബൽ കൾച്ചർ വിത്ത് ദ ലോക്കൽ കൾച്ചർ. മിക്സിംഗ് ഓഫ് ദ ഗ്ലോബൽ കൾച്ചർ വിത്ത് ദ ലോക്കൽ കൾച്ചർ. ആൻസർ ഏതാണ്? ഗ്ലോക്കലൈസേഷൻ ആണ്. ഗ്ലോക്കലൈസേഷൻ. നാലാമത്തെ ചോദ്യം, ആര്യൻ കാലഘട്ടത്തിൻ്റെ മഹിമക്ക് ഊന്നൽ നൽകിയത് ആരാണ്? ആര്യൻ കാലഘട്ടത്തിൻ്റെ മഹിമക്ക് ഊന്നൽ നൽകിയത് ആരാണ്? ഹു എമംഗ് ദ ഫോളോവിങ് എംഫസിസ് ദ ഗ്ലോറി ഓഫ് ദ ആര്യൻ പീരീഡ്? ഗ്ലോറി ഓഫ് ദ ആര്യൻ പീരീഡ്. ആൻസർ ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകാണ് ആൻസർ. ജ്യോതിബ ഫുലെ വനിതകൾക്കായി ആദ്യ സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണ്? ജ്യോതിബ ഫുലെ വനിതകൾക്കായി ആദ്യ സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണ്? ജ്യോതിബ ഫുലെ ഹു സ്റ്റാർട്ടഡ് ദ ഫസ്റ്റ് സ്കൂൾ ഫോർ വുമൺ അറ്റ്, എവിടെയാ? പൂനെ. പൂനെയിലാണ്. അവിടുത്തെ ആദ്യത്തെ ഹെഡ് മിസ്ട്രസ് ആരായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു. അതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഇനിയൊരു ഈസി ചോദ്യമാണ് അല്ലേ? ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി. ദ ചീഫ് ആർക്കിടെക്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കർ. മഹർ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തി ബി ആർ അംബേദ്കർ. അറിയാലോ. മതപരമായ സ്വത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ആക്രമണോത്സുകമായ സങ്കുചിതത്വമാണ് വർഗീയത. കമ്മ്യൂണലിസം എന്ന് പറഞ്ഞാൽ എന്താ? മതപരമായ സ്വത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ആക്രമണോത്സുകമായ സങ്കുചിതത്വമാണ് വർഗീയത. എട്ടാമത്തെ ചോദ്യം, കുടുംബസ്വത്ത് മാതാവിൽ നിന്ന് മകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന കുടുംബത്തെ ഏത് പേരാണ് വിളിക്കുക? കുടുംബസ്വത്ത് മാതാവിൽ നിന്ന് മകളിലേക്ക് കൈമാറ്റം ചെയ്യുക, അതിനെ ഏത് പേരാണ് വിളിക്കുക? പറയൂ. മാട്രിലീനിയലാണ്. മാതൃദായി കുടുംബമാണ്. കുടുംബത്തിൻ്റെ രൂപങ്ങൾ നാം പഠിച്ചതാണല്ലേ? ഏതൊക്കെയാ? ഒന്ന് ന്യൂക്ലിയർ ഫാമിലി, മറ്റൊന്ന് ജോയിൻറ്റ് ഫാമിലി. അണുകുടുംബം, കൂട്ടുകുടുംബം. പിന്നെയോ ഓൺ ദി ബേസിസ് ഓഫ് റെസിഡൻസ്, താമസസ്ഥലത്തെ അടിസ്ഥാനമായി കുടുംബത്തെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഒന്ന് പാട്രി ലോക്കൽ, മാട്രി ലോക്കൽ. പാട്രി ലോക്കൽ എന്ന് പറഞ്ഞാൽ മാതൃസ്ഥാനീയം, പാട്രി ലോക്കൽ പിതൃസ്ഥാനീയം. ഇനി ഓൺ ദി ബേസിസ് ഓഫ് അതോറിറ്റി, അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? പാട്രിയാർക്കൽ, മാട്രിയാർക്കൽ. പാട്രിയാർക്കൽ, മാട്രിയാർക്കൽ. മാതൃമേധാവിത്വം, പിതൃമേധാവിത്വം. ഇനിയോ
കുടുംബത്തിൻ്റെ ലീനേജ്, വംശപരമ്പരയെ അടിസ്ഥാനമാക്കി കുടുംബത്തെ രണ്ടായി തരം തിരിച്ചിരിക്കുന്നു. അതാണ് പാട്രിലീനിയൽ, മാട്രിലീനിയൽ. ഇതിൽ മാട്രിലീനിയലാണ് ചോദിച്ചത്. മാതൃദായ കുടുംബം, മാതൃദായം പിതൃദായം ഉണ്ട്. മാതൃദായം എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ സ്വത്ത്, വരുമാനം ഇതൊക്കെ മകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് മാതൃദായ കുടുംബം എന്ന് പറയുന്നത്. ഈ ചോദ്യം ഒരു സംഘത്തിലെ അംഗങ്ങൾക്ക് മറ്റു വിഭാഗങ്ങളെക്കുറിച്ചുള്ള മുൻധാരണകളെയും മനോഭാവങ്ങളെയുമാണ് മുൻവിധികൾ എന്ന് പറയുന്നത്. മുൻവിധികൾ എന്ന് പറഞ്ഞാൽ എന്താ? പ്രെജുഡൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സംഘത്തിലെ അംഗങ്ങൾക്ക് മറ്റു വിഭാഗങ്ങളെക്കുറിച്ചുള്ള മുൻധാരണകളെയും മനോഭാവങ്ങളെയുമാണ് മുൻവിധികൾ എന്ന് പറയുന്നത്. 10ാമത്തെ ചോദ്യം, പൊതുമണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ളതും വ്യക്തികൾ ഒന്നു ചേർന്ന് സ്ഥാപനങ്ങളും സംഘടനകളും രൂപീകരിക്കുന്നതുമായ രാഷ്ട്രേതര വിപണിതര മേഖലയാണ് പൗരസമൂഹം അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. എന്താണ് സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ? സിവിൽ സൊസൈറ്റി ഈസ് ദ നോൺ സ്റ്റേറ്റ് ആൻഡ് നോൺ മാർക്കറ്റ് പാർട്ട് ഓഫ് ദ പബ്ലിക് ഡൊമൈൻ ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ് ഗെറ്റ് ടുഗദർ വളണ്ടറി ടു ക്രിയേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓർഗനൈസേഷൻസ്. ഇതാണ് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്, പൗരസമൂഹം. 10 ചോദ്യങ്ങൾ നാം പറഞ്ഞു. ചിലർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും, ചിലത് തെറ്റിയല്ലോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എക്സാം കഴിഞ്ഞതോടു കൂടി അത് തീർന്നു. എങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടാ. ഇനി അടുത്ത പാർട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. മാത്രവുമല്ല, ഇത് എല്ലാവരിലേക്കും വീഡിയോ എത്തണമെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മാത്രമല്ല ഷെയർ ചെയ്യും വേണം. എന്നാലാണ് അടുത്ത പാർട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക്